വെൽക്കം ടു അനദർ വീഡിയോ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ മേഖലകളിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. സംഗീതം, പ്രസംഗം, ചിത്രരചന, ഉപന്യാസ മത്സരം, ഇങ്ങനെ ഗ്രൂപ്പ് സോങ്, പലവിധമായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഇങ്ങനെ നമ്മുടെ സമൂഹം, ക്രൈസ്തവ സമൂഹം സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നാം അറിഞ്ഞിരിക്കേണ്ട, നാം പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടാണ് പല കോമ്പറ്റീഷൻസും നടക്കുന്നത്. മത്സരാർത്ഥികൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് അറിയാതെയാണ് ഈ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം ഇതൊരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ സാംകുട്ടി എന്ന് പറയും, അദ്ദേഹം ഇവിടെ അടൂരിനടുത്ത് ഉള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഭയിൽ എന്നെ വിളിച്ച് ഇതിൻ്റെ ഒരു ക്ലാസ് എടുപ്പിക്കുവാനിടയായി. അപ്പോൾ അത് അവിടുത്തെ ആ സ്റ്റുഡൻസിന് ഒരുപാട് അനുഗ്രഹമായിരുന്നു. അവരുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അന്നു മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു വീഡിയോ പൊതുപ്രയോജനത്തിനായി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ ഒരു കോമ്പറ്റീഷനുണ്ട്. നമുക്കറിയാം, നമ്മളൊരു കോമ്പറ്റീഷനിൽ ചെന്നിരിക്കുമ്പോൾ ഒന്നിലധികം ജഡ്ജസ് അവിടെയുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജഡ്ജസിന് വേണ്ട നിലയിലുള്ള ഒരു അംഗീകാരം നമ്മുടെ സമൂഹം കൊടുക്കാതെയാണ്, അല്ലെങ്കിൽ ജഡ്ജസ് ആരാണ്, എന്താണ്, അവർക്ക് പാടാൻ അറിയാമോ, അല്ലെങ്കിൽ അവർക്ക് പ്രസംഗിക്കാൻ അറിയാമോ, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചവരാണോ എന്നുള്ള ഇതറിയാതെയാണ് പലരും ജഡ്ജസിനെ വിളിക്കുന്നത്. അതെന്താ കാരണം? ഒരു ജഡ്ജസിനെ വിളിച്ചാൽ നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആ എമൗണ്ട് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഈ വിഷയത്തിൽ അജ്ഞാതരായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ജഡ്ജ്മെൻ്റ് നടത്തുന്നത്. അതുതന്നെ ഒരു വലിയ തെറ്റാണ് എന്നാണ് എൻ്റെ ഭാഷ്യം. കാരണം നാം ഒരു ജഡ്ജിനെ വിളിക്കുമ്പോൾ, ഒരു സംഗീതത്തിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ ആകട്ടെ, മറ്റേതെങ്കിലും ആകട്ടെ, അതിനെക്കുറിച്ചുള്ള ഒരു നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി. നമ്മുടെ സമൂഹത്തിന് പൈസ ഉണ്ടല്ലോ, പൈസ ഇല്ലാത്ത ഏത് പ്രസ്ഥാനമായി ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റേതായ നിലയിൽ ചെയ്യുന്നത് വളരെ അനുഗ്രഹീതമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. ഇതൊരു ക്രിറ്റിസൈസ് അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, നിങ്ങളൊരു വിജയത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വരാം. ഒന്ന്, നമ്മുടെ ഈ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങുകളിൽ, കോമ്പറ്റീഷൻസിൽ ആദ്യമായിട്ട് ഉള്ള സംഭവം എന്ന് പറയുന്നത് സോളോ പെർഫോമൻസാണ്, പാട്ട്. അപ്പോൾ ഈ സോളോ പെർഫോമൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇപ്പോൾ ജഡ്ജായിട്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളോട് അവർ പറയുന്നുണ്ട് 5 മിനിറ്റിൽ കൂടരുത്, ഒരു പാട്ട് 5 മിനിറ്റ് ആകാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റിനുള്ളിൽ
നിങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്റ്റേജ് ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിലയിലല്ല. നിങ്ങൾ ആ സ്റ്റേജിനെ കൈയടക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സ്റ്റേജിലേക്ക് നിങ്ങൾ വരുമ്പോൾ അത് പാടാനാകട്ടെ, പ്രസംഗിക്കാനാകട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജ് പെർഫോമൻസിനായിട്ട് നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ കണ്ണടച്ച് വേദിയെ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യരുത്. അത് ഭയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ കണ്ണടച്ചാണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന വിധികർത്താക്കളെയും ഓഡിയൻസിനെയും നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്കവിടെ പരാജയം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായി നിങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മുഖം നല്ല പ്രസന്നവതരായിരിക്കണം. നിങ്ങൾ എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടെ സ്റ്റേജിൽ വരണം. നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആരുമാകട്ടെ, നിങ്ങളെ വിധിക്കുവാൻ വന്നിരിക്കുന്ന വിധികർത്താക്കളാകട്ടെ, നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പാട്ട് കേൾക്കുവാൻ വന്നിരിക്കുന്ന ഓഡിയൻസ് ആകട്ടെ, അവരെ എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടുകൂടെ ആയിരിക്കണം നിങ്ങൾ അവരെ അഭിസംബോധന ചെയ്യും. നിങ്ങളുടെ പാട്ട് ഒരു പക്ഷേ ഒരു നല്ല പാട്ടുകാരനോ പാട്ടുകാരിയോ ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾക്കൊരു പെർഫോമൻസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലും നിങ്ങൾക്ക് പാടാൻ അറിയത്തില്ല എന്നുള്ള ഒരു കാര്യമേ ജനത്തിന് ആ ഒരു ബോധ്യമേ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും കണ്ണടച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? പാടാനായിട്ട് നിൽക്കരുത്, പ്രസംഗിക്കാനായിട്ട് നിൽക്കരുത്. 2, നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സപ്പോസ് അലങ്കൃതമായ സദസ്സിന് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. എന്നിട്ട് ഞാൻ ഒരു പാട്ട് ഇവിടെ പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടുന്നത് നല്ലതാണ്. ഇനി പാട്ട് പാടുമ്പോൾ ആ പാട്ടിൻ്റെ ആദ്യത്തെ 4 വരികൾ പാടി പിന്നീട് റിപ്പീറ്റ് ചെയ്യരുത്. 2ാമത് അതിൻ്റെ ചരണം പാടുക. ഇങ്ങനെ ഒരു പാട്ട് മൊത്തവും എടുത്തുകൊണ്ട് വന്ന് പാടാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. ഈ 5 മിനിറ്റിനുള്ളിൽ 4 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ പാട്ട് നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും നല്ല മാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു വിധികർത്താവ് എന്ന നിലയിൽ നിങ്ങളെ വിധിക്കുന്ന ചില ഭാഗങ്ങൾ, നിങ്ങളുടെ സ്റ്റാൻഡിങ് പൊസിഷനാണ്. നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ പൊസിഷൻ ഒരു വിധികർത്താവ് ശ്രദ്ധിക്കണം. 2, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങളുടെ ഡ്രസ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാധാന്യതയുള്ളതാണ്. 3ാമതായിട്ട് നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ്, നിങ്ങളുടെ കണ്ണുകൾ മറ്റുള്ളവരെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒരു കോമ്പറ്റീഷനായിട്ട് കടന്നു വരുമ്പോൾ നിങ്ങളെക്കാൾ മിടുക്കിമാരായിട്ടുള്ള മറ്റ് കണ്ടസ്റ്റൻറ്റ് കാണാം. പക്ഷേ അവരെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവരെങ്ങനെയും പാടട്ടെ, നിങ്ങളെക്കാൾ നല്ലതുപോലെ പാടട്ടെ, നിങ്ങളെക്കാൾ മോശമായി പാടട്ടെ, അതല്ല. പക്ഷെ നിങ്ങളൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ തന്നെ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുപോയി എനിക്ക് കിട്ടില്ലായിരിക്കും എന്ന ഒരു ചിന്തയോടെ ഒരിക്കലും നിങ്ങൾ സ്റ്റേജിലേക്ക് വരാൻ പാടില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്നത് എനിക്ക് മറ്റുള്ളവരെക്കാൾ നല്ലതുപോലെ പെർഫോമൻസ് ചെയ്യണം, എനിക്ക് മറ്റുള്ളവരെക്കാൾ നല്ലതുപോലെ പാടണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റോടു കൂടെ വേണം നിങ്ങളുടെ സ്റ്റേജിലേക്കുള്ള ആഗമനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1ാമത്തെ കാര്യം, നിങ്ങളുടെ പാട്ടിൽ ആ വരികൾ അത് 4 മിനിറ്റിനുള്ളിൽ തന്നെ ഒതുക്കി നിർത്താനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഞങ്ങളെ സംബന്ധിച്ച് ചിലയിടങ്ങളിൽ വിധികർത്താക്കളായി ചെല്ലുമ്പോൾ നമുക്കവർ ബെല്ല് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ആ സിഗ്നൽ കൊടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പാട്ട് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അത് താഴോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി
രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പാടുന്ന പാട്ട് ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു സോളോ പെർഫോമൻസിനാണ് വരുന്നതെങ്കിൽ ആ സ്റ്റേജിന് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ല പാട്ട്, നല്ല മെലഡി നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഒരു കോമ്പറ്റീഷന് വരും. അപ്പോൾ അപാര സംഗതികൾ ഇടണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരു നല്ല പാട്ട് അത് നല്ല മെലഡി ആയിട്ടുള്ള പാട്ട് സെലക്ട് ചെയ്യാമെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും ആ പാട്ടിന്. ചിലർ എടുക്കാൻ വയ്യാത്ത ഹൈ പിച്ചും ഒക്കെ ഉള്ള പാട്ടുകളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വേണ്ട, നിങ്ങളെ കൊണ്ട് പാടുവാൻ കഴിയുന്ന പാട്ട് അത് മനോഹരമായി പഠിക്കുക. അതിൻ്റെ വരികൾ, അതിൻ്റെ ലിറിക്സ്, നിങ്ങൾ ആ ഓരോ വാക്കുകൾ പറയുമ്പോഴും ആ വാക്കുകൾക്കകത്ത് അക്ഷരസ്ഫുടത ഉണ്ടാകണം. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നല്ല സ്ഫുടത ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങളുടെ നാക്കുകൾ കുഴയ്ക്കുന്ന നിലയിലുള്ള വാക്കുകളുള്ള പാട്ടുകളൊന്നും എടുത്തുകൊണ്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല മെലഡി ഒരുപാട് നമ്മുടെ ക്രൈസ്തവ ഗാനരംഗത്തുണ്ട്. ഒരുപാട് നല്ല നല്ല മെലഡികളുണ്ട്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അത് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്താൽ അതൊരു മനോഹരമായിരിക്കും. 2, ഒരു പാട്ടിൽ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ശ്രുതിയാണ്. അതിൻ്റെ ആ ശ്രുതി. അപ്പോൾ ആ ശ്രുതിക്കനുസരിച്ച് നിങ്ങൾ പാടുക. ഇപ്പം പല സ്കെയിൽസാണല്ലോ നമ്മുടെ പാട്ടുകൾക്കുള്ളത്. മൈനറുണ്ട്, മേജറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കെയിലുകൾ, അതേ സ്കെയിലിൽ തന്നെ പാടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി ഒരു പാട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഒരു പാട്ടിന് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇംപ്രവൈസേഷനൊക്കെ കൊടുക്കാം, നല്ല കാര്യമാണ്. പക്ഷേ ആ പാട്ട് നമ്മൾ ഇയർഫോണൊക്കെ വെച്ചോ അല്ലെങ്കിൽ പല ആവർത്തി ഈ പാട്ട് നല്ലതുപോലെ പഠിക്കുക. അതിൻ്റെ അകത്തുള്ള ഓരോ അക്ഷരങ്ങളും മറ്റുള്ളവർക്ക് ക്ലിയറായി മനസ്സിലാകാൻ പറ്റുന്ന നിലയിൽ പാട്ട് പഠിച്ച് വരിക. ശ്രുതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2, അതിൻ്റെ താളം, അതിൻ്റെ ലയം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും താളം തെറ്റിച്ച് അല്ലെങ്കിൽ അവതാളത്തിൽ നമ്മൾ പാടരുത്. ചില കോമ്പറ്റീഷനൊക്കെ ചെല്ലുമ്പം ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ള ചില വേദികൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പിച്ചിൽ അവർ തുടങ്ങും ഏതെങ്കിലും ഒരു സ്കെയിലിൽ. ഇപ്പോൾ ഡി സ്കെയിലാണെങ്കിൽ ബി ആണ്, അല്ലെങ്കിൽ ഇ ആണ്. ഏതെങ്കിലും ഒരു സ്കെയിലിൽ അവർ പാട്ട് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് വേറൊരു സ്കെയിലിലായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് അവർ മറ്റുള്ള സ്കെയിലുകളിലേക്കൊക്കെ ജമ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ആകരുത്. അപ്പം നിങ്ങളുടെ പാട്ടിൻ്റെ അകത്തൊരു സ്റ്റഡിനെസ് ഉണ്ടാകണം. ഒരേ സ്കെയിലിൽ, ഏത് സ്കെയിലിലാണോ നിങ്ങൾ ആ പാട്ട് തുടങ്ങിയത് ആ സ്കെയിലിൽ തന്നെ നിന്നുകൊണ്ട് അതേ ആ പിച്ചിൽ തന്നെ പാടാനുള്ള ഒരു നല്ല ആർജവം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ പഠിക്കണം. ഇനി അടുത്തത്, നമ്മൾ ഇതിൻ്റെ താളത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ താളം ഏത് ടെമ്പോയ്ക്കകത്താണ്, അത് ഏത് ബീറ്റിൻ്റെ പാട്ടാണ്. ആ പാട്ട് അതേ ബീറ്റിൽ തന്നെ പാടുകയാണെങ്കിൽ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ പാടുന്ന ഒരു മെലഡി അത് വളരെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പാട്ടാണെങ്കിൽ ധാരാളം ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്, ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് യൂട്യൂബ്, മറ്റിതര സോഷ്യൽ മാധ്യമങ്ങളൊക്കെ, മീഡിയകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഈ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ നമ്മൾ മാത്രമല്ലായിരിക്കും ആ പാട്ടുകൾ കേട്ടിട്ടുള്ളത്. ആ പാട്ട് ധാരാളം വ്യക്തികൾ പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവരുടെ മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് നമ്മൾ സെലക്ട് ചെയ്ത് പാടുമ്പോൾ, ഒരു പോപ്പുലറായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ സെലക്ട് ചെയ്ത് പാടുമ്പോൾ അതിൻ്റെ ബീറ്റ് കറക്റ്റായിരിക്കണം, അതിൻ്റെ സ്കെയില് കറക്റ്റായിരിക്കണം, അതിൻ്റെ ലയം കറക്റ്റായിരിക്കണം, അതിൻ്റെ വേർഡ്സുകൾ, അതിൻ്റെ വാക്കുകൾ വളരെ പ്രൊനൗൺസ് ചെയ്തത് വളരെ വളരെ കൃത്യമായിരിക്കണം. അങ്ങനെ നമ്മൾ പാടുമ്പോഴാണ് ആ പാട്ടിന് നമുക്ക് പ്രൈസ് വാങ്ങിക്കുവാൻ പറ്റുന്നത്. ഇനി മറ്റൊന്ന്, നമ്മൾ ഈ പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ മൈക്കിൻ്റെ ഒരു പൊസിഷനുണ്ട്. മൈക്ക് ഉപയോഗിക്കുന്ന സ്റ്റേജുകളാണെങ്കിൽ മൈക്കിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്. ഞാൻ
പല പ്രസംഗകരെയും പല പാട്ടുകാരെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൈക്ക് ഇങ്ങനെ ഈ ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് പാടുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഈ ചുണ്ട് ഈ മൈക്കിൻ്റെ ഈ ലോഹവുമായിട്ട് ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു മൈക്കല്ല. അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന മൈക്കാണെങ്കിൽ പോലും അതിങ്ങനെ നിങ്ങളുടെ ചുണ്ട്, നമ്മുടെ ഈ ലിപ്സ് ഒരിക്കലും ഈ ലോഹവും ഇതിൻ്റെ അകത്തുള്ള ഈ തകിടുമായിട്ട് ഇങ്ങനെ മുട്ടിച്ച്, ചിലരുടെ വിചാരം എന്നാണെന്നറിയോ, ഇങ്ങനെ മുട്ടിച്ച് വെച്ച് പറഞ്ഞാലേ ഹലോ ഹലോ ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ എന്നാണ്. അല്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊരു ഓപ്പറേറ്റർ അവരുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ഈ സംഭവം ഇരിക്കുന്നത്. നമ്മുടെ വോളിയത്തെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹമാണ്. അപ്പം നിങ്ങൾ മൈക്ക് എത്രമാത്രം അകലത്തിൽ പിടിക്കുക, ഒരു കീപ് ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ വെച്ചാണ് നമ്മൾ പാടുന്നതെങ്കിൽ ഈ നമ്മുടെ പാട്ട് വളരെ സ്വീറ്റായിട്ട് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വേർഡ്സും തിരിയത്തില്ല, ഒന്നും തിരിയത്തില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മൈക്ക് നമ്മൾ പിടിക്കുമ്പോൾ വളരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പിടിക്കുക. രണ്ടാമത്, ഇനി പ്രസംഗിക്കുമ്പോഴാണെങ്കിലും പല പ്രസംഗകരെ ഞാൻ കണ്ടോണ്ട് ഇങ്ങനെ വായിലോട്ട് ഇരുന്നാൽ പിന്നെ ഇതാ കുത്തി കയറ്റിയാൽ പോരെ വായിക്കാത്തോട്ട്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ അല്പം അകത്തി പിടിച്ച് പ്രസംഗിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ പുറകിൽ വേറൊരാൾക്ക് ഈ മൈക്ക് ഉപയോഗിക്കേണ്ടി വരും. മിക്ക പ്രസംഗകരിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഈ വായിന്ന് ഇങ്ങനെ തുപ്പൽ തരും. ഇതൊന്നും പാടില്ല. നമ്മൾ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ വരുമ്പോൾ മാക്സിമം നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടത് ഒരുപാട്. നമ്മളെ തന്നെ കീപ്പ് ചെയ്യണം. ഒരു കാരണവശാലും നമ്മുടെ മുൻപിലിരിക്കുന്നവർക്ക് ഒരു അരോചകമായി തോന്നത്തക്ക നിലയിലുള്ള ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ മൈക്കിന് ഒരു പൊസിഷനുണ്ട്. ആ മൈക്ക് പൊസിഷൻ നമ്മൾ പിടിച്ച് ആ മൈക്കിൻ്റെ അതേ ആ പൊസിഷനിലിരുന്ന് നമ്മൾ പാടുക ആണെങ്കിൽ, പ്രസംഗിക്കുകയാണെങ്കിൽ അതൊരുപാട് ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൈക്ക് എത്രമാത്രം കീപ്പ് ഡിസ്റ്റൻസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ വാക്കുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വരും. ഒരിക്കലും ഈ ചുണ്ടിനോട് ചേർത്ത് പിടിക്കരുത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പാട്ട് പാടാനായിട്ട് വരുമ്പോൾ അത് ചെയ്യുക. ഇനി അടുത്തത്, പാട്ടിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കോമ്പറ്റീഷൻസിൽ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഞാനൊരു കാര്യം ആത്മാർത്ഥമായി പറയാം. നമ്മുടെ ക്രൈസ്തവ ലോകത്തിൽ ശാസ്ത്രീയ ഗാനങ്ങൾ വളരെ ചുരുക്കമാണ്. കൂടുതലും നമ്മുടെ ഗാനങ്ങളൊക്കെ സെമി ക്ലാസിക്കലിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് രാജാത്മജ വിരുന്നതിൻ വിവരം ഈ ഉപമയു മകസാരം, ഇങ്ങനെയൊക്കെയുള്ള പല സെമി ക്ലാസിക്സ് നമ്മുടെ ക്രൈസ്തവ സംഗീത ലോകത്തുണ്ട്. എന്നാൽ ഒറിജിനൽ കച്ചേരി ടൈപ്പ് ഗാനങ്ങൾ നമ്മുടെ ശാഖയ്ക്കകത്ത് ഇല്ല. അതുകൊണ്ട് കോമ്പറ്റീഷനിൽ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് അത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് സെമി ക്ലാസിക്കൽ എന്ന് പറയുന്ന ഒരു പോർഷൻ കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഒരു അഭിപ്രായമായിട്ട് ഞാൻ പറയുകയാണ്. ഇനി ഒരു കച്ചേരി ടൈപ്പാണ്, ക്ലാസിക്കൽ ടൈപ്പാണെങ്കിൽ അതിൻ്റേതായ കുറച്ച് മോഡൽസ് ഉണ്ട്. നമ്മൾ അതിനെ അനുകരിക്കണം. അപ്പോഴാണ് ഒരു ക്ലാസിക് വേർഷൻസ് നമുക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിക് അല്ല നമ്മുടെ സംഗീത രംഗത്തുണ്ടായിട്ടുള്ളത്. കച്ചേരിയൊക്കെ നമ്മൾ കേൾക്കുന്നവരാണല്ലോ. പലരുടെയും സെക്കുലർ വേൾഡിലുള്ള പലരുടെയും കച്ചേരികളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലല്ല നമ്മുടെ ക്രൈസ്തവ ലോകത്ത് നമ്മൾ നടത്തുന്നു. പിന്നെ പല പാട്ടുകളിലും സ്വരങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദോള രാഗാർദ്രമായി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, അതിനകത്ത് സ്വരങ്ങളുണ്ട്. ഇപ്പോൾ തേനിലും മധുരം, ആ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെ സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ പലതിൻ്റെ അകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ക്രൈസ്തവ സംഗീത ശാഖയ്ക്കകത്ത് കച്ചേരി ടൈപ്പ് ഉള്ള ഗാനങ്ങൾ തുലവും ചുരുക്കമാണ്. അധികം ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ആത്മീയാത്ര ഗ്രൂപ്പിൻ്റെ അകത്ത് ചില ഗസൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എങ്കിലും അതെല്ലാം വളരെ റെയറാണ്. സെമി ക്ലാസിക്കലായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്തുണ്ട്. അപ്പം ആരാധന
ഹൃദയം തുറന്നു. ഇതൊക്കെ സെമി ക്ലാസിക്കലാണ്. അതുപോലെ തന്നെ പല പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. ഇനി അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഒരു ഗ്രൂപ്പ് സോങ്ങിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ, ഗ്രൂപ്പ് സോങ്ങിൽ നിങ്ങൾ മാനിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സോങ് ആണെങ്കിൽ 5 പേരെ മെയിലായിട്ടും 5 പേരെ നമുക്ക് ഫീമെയിലായിട്ടും തിരിക്കാം. ഈ 2 കൂട്ടർക്കും പറ്റുന്ന പിച്ച് നമ്മുടെ ഗ്രൂപ്പ് സോങ്ങിൽ സെലക്ട് ചെയ്യണം. പറ്റുന്ന പിച്ച്. കാരണം പലപ്പോഴും ചില ഫീമെയിലുമായിട്ട് നമ്മൾ ഒരു കോംബോ ചെയ്യുമ്പോൾ, ഡ്യുവറ്റ് പാടാനായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പം അവരുടെ പിച്ചായിരിക്കത്തില്ല നമ്മുടെ പിച്ചായിരിക്കത്തില്ല അവരുടെ. അപ്പോൾ അവർക്ക് പാടാൻ നമ്മളെടുക്കുന്ന പിച്ചിൽ ചിലപ്പോൾ അവർക്ക് പാടാൻ അവർ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. എന്നാൽ ചില പാട്ടുകൾ 2 പേർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ച് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്രൂപ്പ് സോങ്ങിന് നമ്മൾ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉള്ള കാര്യങ്ങളോ സരിഗമ പദനീസ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കോമൺ ആയിട്ട് 10 പേര് പാടുമ്പോൾ കേൾക്കുന്ന ജനത്തിന് ഈ 10 പേരുടെയും ശ്രുതി ഒരുപോലെ കാതിൻ്റെ അകത്ത് ലയിച്ച് നിൽക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഒരുപോലെ ലയിച്ച് നിൽക്കണം. 2, പലരും പല തട്ടിൽ പാടാൻ പാടില്ല. ഇപ്പോൾ എന്തതിശയമേ, അപ്പോൾ ആ പാടുന്നൊരു പാട്ട് വേറൊരാൾ വേറൊരു ടൈമിലല്ല എടുക്കേണ്ടത്. അത് ഒരേ ടൈമിൽ എടുത്ത് പാടുകയാണെങ്കിലാണ് ആ പാട്ടിന് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കിട്ടുന്നത്. 2, ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മൾ ചില ഗ്രൂപ്പുകാർ പാർട്സ് പാടാറുണ്ട്, അതിൻ്റെ ലോ പോർഷൻ ഹൈ പോർഷനൊക്കെ പാടാറുണ്ട്. ഇങ്ങനെ പാടുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വായിക്കുന്ന ആ റിതവും അതിൻ്റെ കോഡ്സും വളരെ കൃത്യമായിരിക്കണം. ആ കറക്റ്റ് പിച്ചിലായിരിക്കണം 2 പേരുടെയും പെർഫോമൻസ് എന്ന് പറയും. അപ്പോൾ ലോവർ പോർഷൻ പാടുന്നവരും ഹൈ പോർഷൻ പാടുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പിച്ച് ഔട്ട് വരാൻ പാടില്ല. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് 1-2 കോമ്പറ്റീഷൻസ് ഞാൻ ചിലത് വാച്ച് ചെയ്തു, ലൈവ് പ്രോഗ്രാംസ്. അതിൻ്റെ അകത്ത് ഞാൻ കേട്ട കുറേ കാര്യങ്ങൾ, അതിൻ്റെ മിസ്റ്റേക്സും കൂടെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇതൊരു നെഗറ്റീവ് ചിന്താഗതിയായിട്ട് ആരും എടുക്കരുത്. ദയവായിട്ട് ഇതിനെ ഒരു പോസിറ്റീവായി കണ്ടുകൊണ്ട് നിങ്ങളുടെ നാളത്തെ കോമ്പറ്റീഷൻ ഫീൽഡിൽ ഇതിനെ വർക്കൗട്ട് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹമായിരിക്കും. അപ്പം നിങ്ങളുടെ ഈ ഗ്രൂപ്പ് സോങ്ങിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഗ്രൂപ്പ് സോങ്ങിനായി വരുമ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുന്ന പാട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്ര പതിഞ്ഞ പാടുമാകട്ടെ, പഴകിയ പാട്ടാകട്ടെ, പക്ഷേ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പാടിയിട്ടുള്ള പാട്ടാകട്ടെ, പക്ഷേ ആ പാട്ടിൻ്റെ അകത്ത് വരുന്ന ഒരു പുതുമയുണ്ട്. ആ പാട്ടിന് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട്, ആ സമയത്തുണ്ടാകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിൻ്റെ സ്വരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഗ്രൂപ്പ് സോങ്ങിന് കോമ്പറ്റീഷന് വേണ്ടി ആൾക്കാരെ സെലക്ട് ചെയ്യാൻ. അതിൻ്റെ അകത്ത് മുഖം നോക്കിയിട്ട് കാര്യമില്ല, പൈസ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ കോമ്പറ്റീഷനിൽ വിജയിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരേപോലെ പാടുന്ന പാട്ടുകാരെ സെലക്ട് ചെയ്ത് ഒരു കോമ്പറ്റീഷനിൽ കൊണ്ടുവന്ന് പാടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൊല്ലം സെൻറ്ററിൻ്റെ PIPയുടെ ഒരു ക്യാമ്പല്ല അവരുടെ കോമ്പറ്റീഷൻ തന്ന് ഞാൻ ജഡ്ജായിട്ട് പോയി. എനിക്കതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് സോങ്, ഏത് ചർച്ചുകാരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അവർക്ക് തന്നെയാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്തത്. ആ ഗ്രൂപ്പ് വന്ന് പാടിയ അവരുടെ ആ നിൽപ്പ്, അവരുടെ ആ ഇൻട്രൊഡക്ഷൻ സ്പീച്ച്, അവരുടെ അത്രയും പേരുടെ ആ പ്രസൻറ്റേഷൻ വളരെ പ്ലസൻ്റ് ആയിരുന്നു.
വളരെ വളരെ അനുഗ്രഹമായിരുന്നു. അവരൊരു പിച്ച് ഔട്ട് പാടുകയോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾ മാറുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലസരായി നിൽക്കുകയോ അവരാ വേർഡ്സ് മറന്നു പോവുകയോ ഒന്നും ചെയ്തില്ല. അവരതെല്ലാം വളരെ ഭംഗിയായി ചിട്ടയായി ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീഷന് വേണ്ടി വരുമ്പോൾ ഒന്ന് നമ്മുടെ നിൽപ്പ്, സ്റ്റാൻഡിങ് പൊസിഷനുണ്ട്, നമ്മുടെ ഇൻട്രാക്ഷൻസ് ഉണ്ട്, നമ്മുടെ സ്റ്റേജും നമ്മുടെ ഓഡിയൻസും നമ്മളുടെ ജഡ്ജസുമായിട്ടൊക്കെയുള്ള ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിരിക്കണം. 2, പാട്ട് പാടാൻ തന്നെ കഴിവുള്ളവരെ നിങ്ങൾ ഗ്രൂപ്പ് സോങ്ങിന് സെലക്ട് ചെയ്യണം. കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുമായി പോയാൽ പിന്നെ പ്രൈസ് കിട്ടിയില്ല, എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊന്നുമുള്ള ചോദ്യത്തിന് നമ്മൾ അർഹരാകരുത്. അപ്പം നമ്മുടെ പാട്ടിൻ്റെ അകത്ത് വളരെ ശ്രദ്ധിക്കണം ഗ്രൂപ്പ് സോങ്ങിലൊക്കെ. അപ്പം നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പാടുന്ന പാട്ടിൻ്റെ അകത്ത് എത്രമാത്രം നമുക്കെല്ലാവർക്കും ആത്മാർത്ഥത പുലർത്താൻ പറ്റുമോ, അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് അതിൻ്റെ A to Z കാര്യങ്ങൾ വളരെ മനോഹരമായ നിലയിൽ ചിന്തിച്ച് നമ്മൾ ചെയ്ത് അതൊരു അനുഗ്രഹമായിരിക്കും. ഇനി അറിയേണ്ട 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ഒരു പ്രസംഗകൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നറിയാമോ? നിങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അന്നത്തെ 5 മിനിറ്റിന് മുൻപായിരിക്കും ലഭിക്കപ്പെടുന്നത്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ CM കൂടെ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പുത്രിക സംഘടനയായ CM കൂടെയൊക്കെ വളർന്നു വന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു പ്രസംഗം എന്ന് പറയുന്നത് അതിന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ മുൻപേ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേജ് പെർഫോമൻസാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ വളരെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഒരു മെസ്സേജിനായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റിന് മുൻപാണ് വിഷയം കിട്ടുന്നത്. അപ്പോൾ ആ വിഷയത്തെ ആസ്പദമാക്കി തന്നെ നേരത്തെ ഏതൊക്കെ വിഷയം വരാൻ സാധ്യതയുണ്ട് ആ വിഷയം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാവുന്ന ദൈവദാസന്മാരുടെ കയ്യിൽ നിന്നൊക്കെ അതിൻ്റെ വാക്യങ്ങളും ഒക്കെ വാങ്ങിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ സപ്പോസ് വിശ്വാസം എന്നതാണെന്ന് വെച്ചു. വിശ്വാസത്തെക്കുറിച്ച് ധാരാളം വാക്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൻ്റെ അകത്തുനിന്ന് എടുക്കുവാൻ കഴിയും. അപ്പോൾ ആ ഒരു കുറിവാക്യം നിങ്ങൾ എടുത്തതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾ തയ്യാറാക്കണം. അവിടെ നമുക്ക് 5 മിനിറ്റാണ് നമ്മുടെ മെസ്സേജിൻ്റെ പ്രസൻറ്റേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞു വിടാം. ഈ 5 മിനിറ്റിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങൾ, 1, നിങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ സ്പീച്ചാണ് 1. 2, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പ്രസംഗിക്കുവാൻ പോകുന്നത് ആ സബ്ജക്റ്റ് പറയുക. ഇപ്പോൾ സപ്പോസ് മുൻപേ ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസം എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. അതുകൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുൻപ് അതിനെ ആധാരമാക്കിയ ഒരു വാക്യം വായിക്കണം. അപ്പോൾ 3, ഒരു വാക്യം നമ്മൾ വായിച്ചിരിക്കണം, അതിനെ ആധാരമാക്കിയിട്ടുള്ള വാക്യം. ഈ വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ചെറിയ പ്രാർത്ഥന, നീട്ടി പ്രാർത്ഥിക്കരുത്, ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് മെസ്സേജിലേക്ക് കിടക്കുക. ഒന്നും കൂടെ നമ്മുടെ ഈ മെസ്സേജിൻ്റെ ഹെഡ്ലൈൻ പറയുക. അതിനുശേഷം നമ്മൾ മെസ്സേജ് പറയുക. ഈ മെസ്സേജിന് നല്ലൊരു ബോഡി ഉണ്ടായിരിക്കണം. ഒരു നല്ല സന്ദേശം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. 2, ഏറ്റവും കുറഞ്ഞത് ഈ സന്ദേശത്തിൻ്റെ അകത്ത് ഒരു 3 പോയിന്റ്, അറ്റ്ലീസ്റ്റ് 3 പോയിന്റ്, ഒരു 3 പോയിന്റ് നിങ്ങൾ പറയണം. 3 പോയിന്റ് പറഞ്ഞിട്ട് ഒരു നല്ല കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഈ കൺക്ലൂഷൻ കൊണ്ടുവന്ന് അതിനുശേഷം വേണമെങ്കിൽ പ്രാർത്ഥിക്കുക, വേണ്ട എങ്കിൽ അത് ഉപേക്ഷിക്കാം. ഈ കൺക്ലൂഷനിലാണ് നമ്മുടെ മെസ്സേജിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കൺക്ലൂഷൻ കൂടെ പറഞ്ഞ് നിങ്ങൾ ആ മെസ്സേജ് അവസാനിപ്പിക്കും. ഇത്രയാകുമ്പോൾ ഒരു 4.5 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരിക്കണം നമ്മുടെ മെസ്സേജ്. അപ്പോൾ തന്നെ ജനത്തെ നമ്മുടെ കയ്യിൽ എടുക്കുന്ന ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയാം. നമ്മുടെ മെസ്സേജിനെ ആസ്പദമാക്കിയ നല്ല ഉദ്ധരണികൾ, നല്ല 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 ഉപമകൾ നമുക്ക് പറയാം. ഇങ്ങനെ പറയണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം? നമുക്കൊരു വായനാശീലം ആവശ്യമാണ്. കിട്ടുന്ന ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഏത് പുസ്തകമാകട്ടെ,
നല്ല 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 ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിച്ച്, ഇപ്പോൾ നമുക്കതിന് പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെ ഇത്യാദി സോഷ്യൽ മീഡിയയ്ക്കകത്ത് വളരെ എന്താ പറയുന്നത് അങ്ങ് ബിസി ആയതുകൊണ്ട് നമുക്ക് വായനാശീലം ഇപ്പോൾ ഒരുപാട് കുറവാണ്. ഞാൻ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് വിറ്റഴിക്കാൻ പെടുന്ന പാടുകൾ എനിക്കറിയാം. കാരണം പുസ്തകം ഇപ്പോൾ ആർക്കും വേണ്ട. ഇപ്പോൾ നല്ലൊരു ആൻഡ്രോയിഡ് മൊബൈൽ കൊണ്ടു കൊടുത്തേ അവരത് പിടിച്ചു വാങ്ങിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത കാലങ്ങളിൽ ഏറ്റവും നല്ലത് നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ പോലെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പുസ്തകങ്ങൾ എത്രമാത്രം വായിക്കാമോ അത്രമാത്രം വായിക്കുക. ഇനി അടുത്തത് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ഈ മെസ്സേജിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ഐ കോണ്ടാക്ട്സ് ഉള്ളവരായിരിക്കണം. കണ്ണ് തുറന്ന് തന്നെ പ്രസംഗിക്കണം. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നമ്മുടെ കണ്ണുകൾ പതിയണം. അങ്ങനെ എല്ലാവരെയും ഐ കോണ്ടാക്ട് ചെയ്ത് വേണം നമ്മൾ പ്രസംഗിക്കാൻ. ഒരിക്കലും നമ്മൾ ഭയചിത്തരായി ഭയപ്പാടോടുകൂടെ വന്ന് പ്രസംഗിക്കുവാൻ കയറരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഒരു ചിത്രരചന അല്ലെങ്കിൽ ഒരു ഉപന്യാസം നിങ്ങൾ എഴുതുമ്പോഴും വളരെ കൃത്യമായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ആ ഉപന്യാസത്തിൻ്റെ പേര് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. ശേഷം നല്ലൊരു ഇൻട്രൊഡക്ഷൻ അതിൻ്റെ അകത്ത് കൊടുക്കുക. എന്നിട്ട് ആ പാരഗ്രാഫ് എന്ന് പറയുമ്പം 4 ലെറ്ററുകൾ വിട്ട് വേണം അതിൻ്റെ താഴെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്ത് വേണം എഴുതാൻ. അതുപോലെ ലോറി കയറ്റം കയറുന്നത് വെള്ള ഷീറ്റ് പേപ്പറിനകത്ത് ഇങ്ങനെ മേലോട്ട് കയറ്റി എഴുതരുത്. നല്ല നിരനിരയായിട്ട് എഴുതണം. അക്ഷരങ്ങൾ നല്ല വടിവൊത്തതായിരിക്കണം. നല്ല നിലയിൽ അതിനെ നമ്മൾ അവതരിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തും നമ്മുടെ ഒരു ഉപന്യാസത്തിൻ്റെ അകത്ത് ഭാവന എഴുതിയാലും അതിൻ്റെ അകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ആമുഖം ഉണ്ടായിരിക്കണം. നമ്മുടെ വിഷയാവതരണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പോയിൻറ്റ്സ് അതിൻ്റെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർ വായിക്കുമ്പോൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ആശയം അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ അതുപോലെ തന്നെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ രചനയ്ക്കകത്തുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു രചന നമ്മൾ നടത്തുമ്പോഴാണ് ആ രചനയ്ക്കകത്താണ് നമ്മുടെ പ്രൈസ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതിനകത്ത് നമ്മുടെ പേര് വ്യക്തമായിട്ട് എഴുതണം. നമ്മൾ ഏത് സഭയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് എഴുതണം. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം നമ്മൾ കൊണ്ടെത്തിക്കുന്ന കൺക്ലൂഷൻ വളരെ മനോഹരമായിരിക്കണം. ഒരു നല്ല നിരീക്ഷകൻ എന്ന നിലയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ആ കൺക്ലൂഷനും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇതിൻ്റെ അകത്തെ ആശയങ്ങൾ എന്തായിരുന്നു, എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ഒരു വിധികർത്താവ് എന്ന നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഒരു വിജയം കൈവരിക്കുവാൻ കഴിയും. അപ്പോൾ ഗ്രൂപ്പ് സോങ് ആകട്ടെ, സോളോ പെർഫോമൻസ് ആകട്ടെ, പ്രസംഗമാകട്ടെ, അത് കഥയെഴുത്താകട്ടെ, എന്തുമാകട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വളരെയധികം ചിന്തിച്ച് ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ നിങ്ങളൊന്നും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഒരു കോമ്പറ്റീഷനിൽ നിങ്ങളൊന്ന് പ്രവേശിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു വിജയം ആശംസിച്ചുകൊണ്ട് തുടർന്നുള്ള നിങ്ങളുടെ വേദികളിൽ അനുഗ്രഹിതപൂർണമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ വാച്ച് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.